ഇന്നലെ ആ ടിപ്പർ വീണ് മരിച്ച അനന്തുവിന്റെ സംഭവം ഇന്നലെ ഉണ്ടായത്. അതിൽ ഇന്ന് അന്വേഷണം റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കണമെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തു ഒരു പാവം പയ്യനാണ്. അപ്പോൾ ടിപ്പറിൽ പാറ കൊണ്ടുപോകുന്ന ടിപ്പറിൽ നിന്നും ഒരു കരിങ്കൽ ചീൾ തെറിച്ച് ദാരുണമായി മരിക്കുകയായിരുന്നു. അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത് ഉണ്ടായി. അത് ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് നടപടികൾ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സലിം മാലിക്കാണ് ചെയ്യുന്നത്. സലിം, അതിനു മുമ്പ് നമുക്ക് ഗതാഗത മന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതല്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കേന്ദ്ര നിയമത്തിൽ പറയുന്ന എന്തൊക്കെ പരിശോധിക്കണം എന്നുള്ള കടലാസ് ഇന്ന് തരാം. ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയാം. ഞാനിതിൻ്റെ ആളല്ല. നമ്മൾ അച്ചടക്കം വേണം. ഡ്രൈവിങ്ങിലൊരു ഡിസിപ്ലിനും ഈ വിഷയത്തിൽ കർശനമായ നടപടി ഉണ്ടാകും. അത് വേറെ കാര്യം. അത്തരം കെയർലെസ് ആയിട്ടുള്ള യാത്രകൾ, ഈ ലോറികളുടെ മരണപ്പാച്ചിലുകളും ഒക്കെ കുറയ്ക്കാനുള്ള നടപടി എന്താണെന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. പുറകെ വരും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിശദാംശങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെ തന്നെ വലിയ ആരോപണങ്ങൾ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉന്നയിക്കുകയുണ്ടായി. ഇവിടെയും സ്ഥിരമായി ഇത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് പലതവണ നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചാണ് പലപ്പോഴും വാഹനങ്ങൾ അതുവഴി പോയിക്കൊണ്ടിരുന്നത്. അധികൃതരാണെങ്കിലും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്നായിരുന്നു ഇന്നലത്തെ ആരോപണം. ഇപ്പോൾ ഗതാഗത മന്ത്രി ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന, ഹാഷ്മി, നിരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ വലിയ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ മാത്രമല്ല, അതിൽ കയറ്റാവുന്നതിലധികം ലോഡുകൾ കയറ്റിക്കൊണ്ടാണ് പല വാഹനങ്ങളും, അത് പാറക്കല്ലായാലും മെറ്റൽ ചിപ്സ് ആയാലും ഒപ്പം മണലായാലും ഒക്കെ ഈ അതിൽ താങ്ങാവുന്നതിനപ്പുറത്തേക്ക്, അതിന് അനുവദനീയമായതിനും അപ്പുറത്തേക്കുള്ള ലോഡ് കയറ്റിക്കൊണ്ടാണ് പല വാഹനങ്ങളും പോകുന്നത്. അതിനെതിരെയുള്ള കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ പറയുന്നത്. ഇപ്പോൾ തന്നെ അലക്ഷ്യമായി കരിങ്കൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പോഴാണ് കട്ടറിൽ വീണ് ഇങ്ങനെ ഒരു ഈ പാറക്കല്ല് തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം നടത്തും എന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ RTOയോട് ഇന്നലെ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ തൊട്ടുപിറകെ ആ വിഷയത്തിൽ എന്തായാലും നടപടി ഉണ്ടാകും എന്നുകൂടി മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ അപകടമുണ്ടാക്കിയ വാഹനത്തിന് തന്നെ നിരവധി പെറ്റി ഉൾപ്പെടെയുള്ള നിയമലംഘനത്തിലുള്ള കേസുകളുണ്ട്. അത് നിയമലംഘനം സ്ഥിരമാക്കിയ ഒരു വാഹനമാണ് എന്നത് 1 മാസത്തിൽ 5-ലധികം പെറ്റി അടച്ചതിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ആ നിലയിലുള്ള ഒരു വാഹനമാണ്. അത് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വലിയ വാഹനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മെറ്റിലും ഈ മണലും അപ്പം ഈ പാറക്കല്ലും ഒക്കെ വെക്കുന്ന വാഹനങ്ങൾ, അത് അതിന്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിക്കണമെന്നൊരു നിയമമുണ്ട്. ആ ഷീറ്റ് വിരിക്കണമെന്ന നിയമം പാലിക്കുന്നില്ല. ആ വാഹനങ്ങൾ പോകേണ്ട സമയക്രമമുണ്ട്. അത് സ്കൂൾ സമയത്ത് പോകരുത് എന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ ഈ ടിപ്പറുകൾ പായുന്നത് മരണപ്പാച്ചിലാണ്. നേരത്തെ പരാതി ഉയർന്നതാണ്. അന്ന് ചർച്ച ഉണ്ടാകുമ്പോഴേക്കും രാവിലെ ഈ ടിപ്പർ ഓടിക്കില്ല എന്നൊക്കെയുള്ള ധാരണയിലൊക്കെ എത്തിയതാണ്. അപ്പോൾ അതൊക്കെ ലംഘിച്ച് ഇത്തരത്തിൽ വണ്ടി ഓടിക്കണമെങ്കിൽ അതാരുടെയും പിന്തുണയൊന്നും ഇല്ലാതെ പറ്റില്ല. സലീം, അത് ഉറപ്പാണ്. ഉറപ്പായും ഹാഷ്മി, അതിൽ മന്ത്രിക്ക് തന്നെ പ്രതിഷേധമുണ്ട്. കാര്യം മന്ത്രി തന്നെ ആ വിഷയത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാവരും തനിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും ഈ വളരെ കുറച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ദിവസം അനുവദിച്ചാൽ മതി എന്നൊരു തീരുമാനമെടുത്തപ്പോൾ അത് തനിക്കെതിരെ വലിയ തരത്തിലുള്ള ആയുധമാക്കി മാറ്റി. പക്ഷേ ഇനി ഏത് കോക്കസുകൾക്കും ഒരു സംഘങ്ങൾക്കും വഴങ്ങാൻ താനില്ല എന്നാണ് മന്ത്രി ആ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. നടപ്പാക്കാനുള്ളത് നടപ്പാക്കുക തന്നെ ചെയ്യും. സംഘടനകൾ ഉൾപ്പെടെയാണ് ഈ അമിത ലോഡ് കയറ്റി പോകുന്ന വാഹനങ്ങൾ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ സംഘടനകൾ തന്നെ നേരിട്ടാണ് അതിനെതിരെ തിരിയുന്നത്. അമിത ലോഡ് കയറ്റുന്ന വാഹനങ്ങൾ പിടിക്കരുത് എന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധമുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കില്ല. അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ പലതവണ ഈ സമയക്രമത്തിന്റെ കാര്യത്തിൽ, അത് രാത്രി വൈകിയതിനു ശേഷം ഈ ആളുകൾ കൂടുതലുള്ള പകൽ സമയങ്ങളിൽ വാഹനം ഓടിക്കരുതെന്നുണ്ടെങ്കിൽ പോലും ആ സമയത്താണ് ഏറ്റവും അധികം നിരത്തിൽ വാഹനങ്ങൾ, നമ്മുടെയൊക്കെ പല സ്ഥലങ്ങളിലും പല റോഡുകളിലും മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത നിലയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇടയ്ക്കൊക്കെ ഈ പരിശോധന പകൽ സമയങ്ങളിൽ നടത്തുമ്പോൾ ഒരു ചെറിയ ഫൈൻ അടിച്ച് വിടുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസം സസ്പെൻഡ് ചെയ്യാനുള്ള നിയമമുണ്ട്. ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട്. അത് കർശനമായി നടപ്പാക്കും എന്നുകൂടിയാണ് മന്ത്രി പറയുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം നേരത്തെ പരാതി വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു പാവം 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ടിപ്പറിൽ നിന്ന് കരിങ്കൽ ചീള് വീണു, ദാരുണമായി പരിക്കേറ്റ് വണ്ടിയുടെ നിയന്ത്രണം തെറ്റി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലോചിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ
അങ്ങേയറ്റം ഈ അനാസ്ഥക്കെതിരെ ആ നടപടി അങ്ങേയറ്റം ഉണ്ടാവണം. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു സംഭവം ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. എന്തായാലും അനന്തുവിൻ്റെ വീട്ടുകാരുടെ ആ തീരാവേദനയിൽ ഹൃദയം കൊണ്ട് പങ്കുചേരുകയും